ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് സർവീസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഐഫോൺ 30 Pro ആണ്. ഇത് ടോട്ടൽ ഡെഡ് ആണ്. കസ്റ്റമർ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഓഫ് ആയെന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് നമ്മുടെ അടുത്താണ് കൊണ്ടുവന്നത്. അത് വേറെ ഷോപ്പിൽ കൊടുക്കുക, ഇതിൻ്റെ മുന്നേ ട്രൈ ആക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമുക്കൊരു കസ്റ്റമറും പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കണ്ടീഷൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ മദർ ബോർഡ് പ്രോപ്പറാണ്, അതായത് പക്കാ ക്ലീൻഡാണ്. ഇതിന് മുന്നേ ഓപ്പൺ ആക്കിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഓപ്പണിംഗ് ആണ് ഇത്. ഫസ്റ്റ് ഓപ്പണിംഗ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സൈഡിൽ നോക്കിയാൽ മതി. അതായത് ഈ ബാറ്ററി, അതേപോലെ ഈ ക്യാമറിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ ഫിംഗർ പ്രിൻ്റൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത പായതാണ്. അതുപോലെ ഈ ക്യാമറ സ്വിച്ച് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മുന്നേ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടോ. നമുക്ക് ഏകദേശം ഒരു ടെക്നീഷ്യന് കാര്യങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് ഇതിന് മുന്നേ സർവീസ് ചെയ്യുകയോ ട്രൈ ആക്കിയിട്ടോ ഒന്നുമില്ല. ഇതിൽ കസ്റ്റമർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അവർ വേറെ ഷോപ്പിലോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്കാ ഡീസൻ്റാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ കസ്റ്റമറുടെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അവർ യൂസ് ചെയ്തു. അത് ജസ്റ്റ് ഏകദേശം ഒരു 50% എബോവ് ചാർജിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടീഷനിൽ അവർ ചാർജ് ചെയ്യാണ്ട് തന്നെ നോർമലി ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നെ അവർ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫോൺ ഓൺ ആകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് മെയിനായിട്ട് മദർ ബോർഡ് ഷോർട്ട് ആകാനേ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ ബാറ്ററി ചിലപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടാറുള്ളത് 30 സീരീസിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് DC കണക്ട് ചെയ്തിട്ട് മദർ ബോർഡിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഡിവൈസ് 30 Pro ആണ്. സോ അതിൻ്റെ 30 Pro Max എല്ലാം ബാറ്ററി കൺട്രോൾ സെയിം ആണ്. സോ അതിൻ്റെ എന്താണ് DC ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പോൾ DC ഓൺ ചെയ്തിട്ടില്ല, ഇവിടെ ഇപ്പോൾ നോർമലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ DC ബട്ടൺ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് DC ഒന്ന് ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും DC ഫുൾ ഷോട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ബസറും ഉണ്ട്. അതേപോലെ നമുക്ക് ഈ റീഡിങ് നമുക്ക് എന്താണ് DC ഫുൾ ഷോട്ടാണെങ്കിലാണ് അത് മദർ ബോർഡ് ഫുൾ ഷോട്ടിങ്ങുള്ള കണ്ടീഷനാണ് ഈ റീഡിങ് നമുക്ക് കാണിക്കാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഈ കേബിൾ ഒന്ന് റിമൂവ് ആക്കിയിട്ട് നോക്കാം. ഓക്കെ, കേബിൾ ഇപ്പോൾ റിമൂവ് ആക്കി അവിടെ നിന്നു. DC ഓൺ ആണ്, പക്ഷേ അവിടെ ഷോട്ട് നിന്നു. അപ്പോൾ എന്താണ് മദർ ബോർഡ് ഷോർട്ട് ആണെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മദർ ബോർഡ് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പം ഇതിൻ്റെ ഏതെങ്കിലും സെൻസേഴ്സോ ചാർജിങ് ഫ്ലക്സൊക്കെ ഫുൾ അതിൻ്റെ അകത്തൊക്കെ IC വരുന്നുണ്ട്. അതുപോലെ ചാർജിങ് കേബിളിൽ നമുക്ക് IC വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വയർലെസ് ചാർജിലും IC വരുന്നുണ്ട്. സോ ഇതിലൊക്കെ നമുക്ക് ഷോർട്ടിങ് ഉണ്ടെങ്കിലും മദർ ബോർഡ് ഫുൾ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു കണ്ടീഷനും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, മദർ ബോർഡ് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് എന്താണ് കണ്ടീഷൻ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡ് റിമൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മദർ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മദർ ബോർഡ് നീറ്റാണ്, ഫിസിക്കൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഗ്ലൗസ് നോക്കണ്ട, അതായത് ബാക്ക് ഗ്ലാസിൻ്റെ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ടെക്നീഷ്യന്മാരും ഗ്ലൗസ് ഇതേപോലെ ആയിരിക്കും. അതായത് 2 ഗ്ലൗസും ഇതേ അവസ്ഥ ആയിരിക്കും ഈ ഒരു വിരൽ. അപ്പോൾ നമുക്ക് ഇനി വർക്കിലേക്ക് എടുക്കാം. ഇതിൻ്റെ മദർ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫിസിക്കൽ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല, ബെൻഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റായിട്ട് ഇത് മദർ ബോർഡിൽ ഇപ്പം മദർ ബോർഡ് മാത്രമാണ്. സോ വേറെ ആക്സസോ കാര്യങ്ങളൊന്നും കണക്ട് ആയിട്ടില്ല. ഈ ഒരു കണ്ടീഷനിൽ ഇതിൻ്റെ എന്താണെന്നുള്ള ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മദർ ബോർഡ് DC കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്താണെന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോഴും ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100% ഷുവറായി മദർ ബോർഡാണ് ഷോർട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ മദർ ബോർഡിൽ എവിടെയാണ് ഷോർട്ട് എന്നുള്ള കാര്യം നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതായത് ഈ ബാക്ക് സൈഡിലാണോ, അതായത് ലോവർ ബോർഡിലാണോ ഇതിൻ്റെ അപ്പർ ബോർഡിലാണോ ഷോർട്ട് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്താൽ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് എടുക്കാം. അതേപോലെ ഇതിൻ്റെ ഇവിടെയും IC വരുന്നുണ്ട്, ഈ ഷീൽഡിൻ്റെ അകത്തൊക്കെ IC വരുന്നുണ്ട്. സോ നമുക്ക് എന്താണ് മദർ ബോർഡ് അതേപോലെ ഇതിൻ്റെ നാൻഡിൻ്റെ അടുത്തുള്ള ഈ കപ്പാസിലൊക്കെ ഷോർട്ട് വന്നാലും ഇതേപോലെ ഫുൾ ഷോർട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിത് തെർമൽ ക്യാമറ വെച്ചിട്ട് ഫസ്റ്റ് ഷോർട്ട് കാണിക്കേണ്ട, അതായത് ഹീറ്റിംഗ് എവിടെയെങ്കിലും കാണിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതാകുമ്പോൾ എന്താണ് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഹീറ്റിംഗ് കാണിച്ചാൽ നമുക്ക് എന്താണ് എവിടെ നിന്നുള്ള പെട്ടെന്ന് ഫൈൻഡ് ആക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് തെർമൽ ക്യാമറ ഒന്ന് കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യം കാണിക്കാം. അപ്പോൾ മദർ ബോർഡ് ഇവിടെ തെർമൽ ക്യാമറ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിപ്പോൾ DC ഓൺ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്ത് വെക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. തെർമൽ ക്യാമറ നമ്മളിവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വൈഡായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ DC ഓൺ ആക്കാം. ഈ ഒരു പോർഷനിലാണ് DC ഓൺ ചെയ്യുന്നത്. സോ നമ്മൾ ഹീറ്റാക്കി DC ഓണാക്കി. ബോർഡ് ഫുൾ ഷോർട്ടാണ്, നിങ്ങൾക്ക് അതേപോലെ കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഹീറ്റിംഗ് ഇവിടെ വരുന്നുണ്ട്. എനിക്ക് ഈ രീതി മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളറിയില്ല. ഒരു മിനിറ്റ്, ജസ്റ്റ് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. അതായത് ഹീറ്റിംഗ് വന്നിട്ട് പോകുന്നുണ്ട്. അതായത് ഇത് ഹീറ്റാണ് നമ്മുടെ ബാറ്ററി കണ്ടറിൻ്റെ കേബിളാണ്. സോ അത് നോക്കണ്ട, ഇവിടെ ജസ്റ്റ് ഒരു ഹീറ്റിംഗ് വരുന്നുണ്ട്. സോ ഈ ഒരു പോർഷൻ നമുക്ക് വരുന്ന ചാർജിങ് IC ആണ്. സോ നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഇന്നറിലാണ് ഷോർട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡ് എന്തായാലും നമുക്കിത് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ കസ്റ്റമർ പറഞ്ഞതിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ട്. ഈ ഒരു ചാർജിങ് ഷോർട്ട് കാണിക്കൽ ചാർജിങ്ങിൽ
ഓഫായി പോയ ഡിവൈസിലാണ് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഹീറ്റിംഗ് ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ളത്. റീസെൻ്റായിട്ട് കിട്ടിയ വർക്കിലൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഹീറ്റിംഗ് നമുക്ക് തെർമൽ ക്യാമറ കിട്ടിയിട്ടുള്ളത് ചാർജിങ്ങിൽ നമുക്ക് ഷോർട്ടായ ഡിവൈസിലാണ്. അത് ചാർജിങ് ടൈമിൽ ഓഫായി പോയ ഡിവൈസിലാണ് നമുക്ക് ഈ ഒരു ഹീറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബോർഡിൻ്റെ എടുത്ത് കാണിച്ചു തരാം. ഏകദേശം ഇപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഹാർഡ്വെയറിൽ 13 മിനിറ്റ് iPhone 13 Pro ഹാർഡ്വെയറിൽ കോമൺസ് നെയിമൊക്കെ കാണിച്ചു തരാം. അതുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൽ ഐ സിയുടെ പേരടക്കം ഉണ്ടാവും, ഏത് ഐ സി വരുന്നെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്കിപ്പോൾ ഹീറ്റിംഗ് കിട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം ബാറ്ററി കണക്ടറിന് നേരെ മുകളിലായിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ, അതായത് നമുക്കത് കാണിക്കുന്ന ചാർജിങ് ഐ സി ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കപ്പാസിറ്റർ ഷോർട്ട് അല്ലെങ്കിൽ ഈ ചാർജിങ് ഐ സി. ഇനി അതും അല്ല എന്നാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് എന്താണ്, അതായത് ഇവിടെ ഇതാണ് ആ ടൈലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്, അതും ചാർജിങ് ഐ സി ആണ് വരുന്നത്. സോ ഒന്നെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ ഷോർട്ടായിട്ടുണ്ടാവും, അല്ല എന്നാണെങ്കിൽ ഈ ഒരു ചാർജിങ് ഐ സി, ഇതിലേതെങ്കിലും ഒരു ചാർജിങ് ഐ സി നമുക്ക് ഷോർട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനം സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ തെർമൽ ക്യാമറ മാറ്റിയിട്ട് നമ്മുടെ WLൻ്റെ സെപ്പറേറ്റർ ജസ്റ്റ് കണക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രീ ഹീറ്ററിൽ വെക്കുന്നതിന് മുന്നേറ്റ് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ റബ്ബറിൻ്റെ ബുഷ് അതേപോലെ ഈ ബാക്കിൽ വരുന്ന ഹീറ്റിംഗ് പാഡ്, ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി വെക്കണം. ഈ ഹീറ്റിംഗ് പാഡൊക്കെ നമ്മൾ തിരിച്ച് വെക്കണം, അതായത് മദർ ബോർഡിൻ്റെ സർവീസ് സൈഡിൽ നമ്മൾ തിരിച്ച് ഇതിലേക്ക് വെക്കണം, അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ, ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന WLൻ്റെ ഒരു പ്രീ ഹീറ്ററാണ്. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 180 to 220 ഈ ഒരു ഹീറ്റിങ്ങിൽ നമുക്കിത് റിമൂവ് ആയിട്ട് കിട്ടും മദർ ബോർഡ്. അതേപോലെ ഇതിൽ ഈ ഒരു സൈഡിൽ മാത്രം നമുക്ക് ഹീറ്റിംഗ് വരത്തുള്ളൂ. അതായത് മദർ ബോർഡിൻ്റെ നമുക്ക് ഈ ഒരു സൈഡിലാണ് കണക്ഷൻസ് വരുന്നത്, ആ ഒരു കണക്ഷനിലും ആ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് ഹീറ്റിംഗ് വരുള്ളൂ. ഇന്നർ ലെയറിലേക്ക് നമുക്ക് ഓവറായിട്ട് ഹീറ്റിംഗ് വരില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, നമ്മൾ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവറായിട്ട് ഹീറ്റിംഗ് ആവാൻ ചാൻസ് ഇല്ല. അതായത് ഓവർ ഹീറ്റിംഗ് വന്നിട്ട് CPU അതേപോലെ നാൻഡൊക്കെ നമുക്ക് കംപ്ലൈൻ്റ് ആവില്ല. പക്ഷേ എന്നാലും ഇതിൽ ഓവർ ഹീറ്റിംഗ് വെച്ചിട്ട് അതായത് ഇതിൽ മദർ ബോർഡ് വെച്ചു നമ്മളെന്താണ് പിന്നെ വേറെ പണിക്ക് പോയി ഇത് ഓവർ ഹീറ്റ് ആയാലും ഇതിൽ ഡാമേജ് വരും. അതായത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ ഇതിൽ കംപ്ലൈൻറ്റ് വരാൻ വളരെ ചാൻസ് കുറവാണ്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് ഈ സ്റ്റിക്കറും കാര്യമൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ കാണിച്ചു തരാം. മദർ ബോർഡ് സെപ്പറേറ്ററിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ഇത് ഫിക്സ് ആയി കിട്ടും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 180 to 220 ഈ ഒരു ഹീറ്റിങ്ങിൽ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പം അത്രയും നേരം ജസ്റ്റ് ഹീറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. സോ അത്രയും നേരം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ചെറിയൊരു പോർഷൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ഹീറ്റിംഗ് ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മെല്ലെ റിമൂവ് ആക്കി നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു രീതി തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അത് കറക്റ്റ് ഹീറ്റിംഗ് ആണെങ്കിൽ നമുക്കധികം വെയിറ്റ് ചെയ്യേണ്ട സമയമില്ല, പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. സോ ഇനി നമ്മൾ ഇതിലിപ്പോൾ വർക്കിംഗ് എടുക്കേണ്ട, ജസ്റ്റ് എന്താണ് ഒരു 10 മിനിറ്റിലേക്ക് 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കൂടാൻ വെക്കാം. എല്ലാ ടൈമില്ലാന്നാണെങ്കിൽ ഇതേപോലത്തെ കൂളിംഗ് ഫാൻ വെച്ചിട്ട് നമുക്ക് കൂടാക്കും ചെയ്യാം. മദർ ബോർഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ സമയം കൊണ്ട് കൂളായി. അപ്പോൾ നമുക്ക് നേരത്തെ ഹീറ്റിംഗ് കാണിച്ചത് ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലാണ്. സോ ഈ ഒരു പോർഷനിൽ നമുക്ക് ഹീറ്റിംഗ് വരുന്ന മെയിനായിട്ടുള്ള ചാർജിങ് ഐ സി കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് കൂടുതലുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു പേസ്റ്റിംഗ് അടക്കം ഒന്ന് റിമൂവ് ആക്കിയിട്ട് നമുക്കത് ജസ്റ്റ് തെർമലിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മദർ ബോർഡ് മാത്രം നമ്മുടെ AC കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് എന്താ കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഷോർട്ടാണോ അതോ ലീക്കേജ് ആണോ എന്തായാലും നേരത്തെ ഫുൾ ഷോട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ എന്താ കണ്ടീഷനിൽ നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഷോർട്ട് കാണിക്കുന്നില്ല, പക്ഷേ ഇവിടെ എന്താണ് ഓട്ടോമാറ്റിക് ആംബർ എടുക്കുന്നുണ്ട്. സോ ഈ ഒരു കണ്ടീഷനിൽ നേരത്തെ നമുക്ക് ഫുൾ ഷോട്ട് കാണിച്ച സെറ്റാണ്. സോ ഇവിടെ നോർമൽ ആംബിയർ ജസ്റ്റ് ഒരു ലീക്കേജ് മാത്രം എടുക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ചാർജിങ് ഐസിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഹീറ്റിംഗ് കാണിക്കുന്നുണ്ട്. അതായത് ചാർജിങ് ഐസിയാണ് നമുക്ക് ഹീറ്റ് ആകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ചാർജിങ് ഐസി റിമൂവ് ചെയ്തിട്ട് നമുക്കത് ഫുൾ സെയിം ലീക്കേജ് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ബോർഡുണ്ട്, അതായത് ലോവർ ബോർഡ്. നമ്മൾ 2 ബോർഡും കൂടി വെച്ചിട്ട് നേരത്തെ നമുക്ക് ഫുൾ ഷോട്ട് കിട്ടിയ ഡിവൈസാണ് ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ലീക്കേജ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബോർഡിൽ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ബോർഡിൽ ലീക്കേജ് സോൾവ് ആക്കി നമ്മൾ ഡയറക്റ്റ് ഫിക്സ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് വീണ്ടും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ ഒരു ബോർഡ് അതായത് അപ്പർ ബോർഡ് നമുക്ക് എന്താണ് ഫസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിപ്പോൾ ഇതിൽ ഹീറ്റിംഗ് കാണിക്കുന്നത് ഈ ഒരു ചാർജിങ് ഐ സി ആണ്. അതായത് ഈ ഒരു ചാർജിങ് ഐ സി ഇപ്പോൾ നമുക്ക് ഹീറ്റ് ആവുന്നുണ്ട്.
സോ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ക്ലൗഡ് ബോർഡ് ഉണ്ട് കയ്യിൽ. സോ അതിന് ജസ്റ്റ് ഈ ചാർജിങ് ഐസി അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് സെയിം ലീക്കേജ് ഉണ്ടോ നോക്കാം. സെയിം ലീക്കേജ് ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് എന്താണ് വേറെ പോർഷനുകളൊക്കെ ചെക്ക് ചെയ്യണം. എല്ലാ ചാർജിങ് ഐസി റിമൂവ് ചെയ്തിട്ട് ലീക്കേജ് ഇല്ല എന്നാണെങ്കിൽ നമുക്ക് എന്താണ് വേറെ ചാർജിങ് ഐസിയിൽ ഫിക്സ് ചെയ്താൽ മതി. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു അപ്പർ ബോർഡും കൂടി ലോവർ ബോർഡും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഷോർട്ട് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ ഒരു ഐസി നമുക്ക് റിമൂവ് ആക്കാം. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഈ ഒരു ചാർജിങ് ഐ സി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡിൽ ടിഷ്യൂൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ കാര്യം വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടുന്ന് ഇത്രയും ദൂരത്താണ് ഇതുള്ളത്. സോ നമുക്ക് ബ്ലോവറിൽ ഒരു ചെറിയ സിമ്പിൾ ട്രിക്ക് കൊണ്ട് നമുക്ക് ഈ ഒരു സിമ്പിൾ ഐ സി പെട്ടെന്നായിട്ട് കിട്ടും. ഏകദേശം ഒരു ബ്ലോവറിൽ നമ്മുടെ 360 ഹീറ്റ് അതുപോലെ ഒരു 60 എയർ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു മെത്തേഡിൽ, അതായത് ഇങ്ങനെ ചെരിച്ച് പിടിക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് അങ്ങോട്ട് ഹീറ്റ് പോവില്ല. അതായത് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് ഹീറ്റ് പോരുക. ഇവിടെ ഇനി ബാക്കി വേറെ കമ്പൗണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് ഒരു മെത്തേഡിൽ, അതായത് നമുക്ക് ഷീൽഡും കാര്യങ്ങളും വെക്കാണ്ട് നമുക്ക് ഈ രീതിയിൽ ഐസ് എടുക്കാൻ പറ്റും. ഐസ് ഇതേപോലെ സിമ്പിളായിട്ടൊന്ന് പൊക്കി പിടിച്ചാൽ സിമ്പിൾ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ ഐസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇതാ ഞങ്ങൾക്ക് ഡയറക്റ്റ് പിടിച്ച് കാണിച്ചു തരാം. ഇവിടെ ഒരു ഹീറ്റോ കാര്യങ്ങളോ ഇങ്ങോട്ടായിട്ടില്ല. ഹീറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പിടിക്കാൻ പറ്റില്ല, അത്രയും ഹീറ്റ് ഉണ്ടാവും. സോ ഇങ്ങോട്ടൊരു ഹീറ്റും ആയിട്ടില്ല. ടോട്ടലി ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് ഹീറ്റിംഗ് വന്നത്. സോ നമുക്ക് ഈ ഒരു പോർഷനിൽ ഹീറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് ഈ ഒരു പോർഷനിൽ അതായത് ഐസ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. എന്നാലോ നമുക്കത് ഓവർ ഹീറ്റ് മദർ ബോർഡ് ഓവർ ഹീറ്റ് ആകത്തുമില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ ചാർജിങ് ഐസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു പോർഷൻ ഒന്ന് കൂളായതിന് ശേഷം നമുക്ക് എന്താണ് ജസ്റ്റ് ഇത് വെച്ച് നോക്കാം. അതായത് സെയിം ലീക്കേജ് കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആ ഒരു ചാർജിങ് ഐസി റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ തെർമൽ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. അതായത് ഇവിടെ സെയിം ലീക്കേജ് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഹീറ്റിംഗ് അതേ സെയിം പോയിന്റിൽ എന്താണ് നമുക്കിവിടെ ഹീറ്റിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ചാർജിങ് ഐസിയും കൂടി ഷോർട്ട് ആണെങ്കിൽ നമുക്കെന്താണ്, സോ ഈ ചാർജിങ് ഐസി നമുക്ക് ഷോർട്ടല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ചാർജിങ് ഐസിയാണ് ഷോർട്ടാകാൻ ചാൻസ് ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷീൽഡ് റിമൂവ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ചാർജിങ് ഐസിയും റിമൂവ് ചെയ്തിട്ട് ഇതേ സെയിം മെത്തേഡിൽ ലീക്കേജ് ഉണ്ടോ കാര്യങ്ങൾ നോക്കാം. ഈ ഒരു പോർഷനിലെ ഷീൽഡ് കൂടി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഷീൽഡ് റിമൂവ് ചെയ്യേണ്ട ഓരോ മെത്തേഡും നമ്മളെന്താണ് ഇതിൻ്റെ മുന്നേ തന്നെ റീലായിട്ട് യൂട്യൂബിലും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റീസെൻറ്റ് റീൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് ഈ ഐസിനല്ലേ ഹീറ്റ് ആകുന്നത് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ വീണ്ടും ഡി സിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇനി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ബൂട്ടാക്കി നോക്കാം. ഇവിടെ ബൂട്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ചാർജിങ് ഐസി അവിടെ ഹീറ്റ് ആകുന്നുണ്ട്. സോ ആ ഒരു ചാർജിങ് ഐസിയും നമുക്കിതിൽ ഷോർട്ടാണ്. ഇത് സംഭവം നമുക്ക് ഈ ഒരു മെയിനാണ്, ഇത് ഈ ചാർജിങ് ഐസിയാണ് നമുക്ക് മെയിനായിട്ട് ഹീറ്റ് ആകുന്നത്. നേരത്തെ ഇത് ഷീൽഡിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതാണോ അതാണോ എന്നുള്ളത്. സോ ഈ ഒരു ചാർജിങ് ഐസി നമുക്ക് ഹീറ്റ് ആകുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇവനെ റിമൂവ് ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത് ഈ സാധനം കളയാത്തതുകൊണ്ടുള്ള ഉപകാരം ഇപ്പോൾ മനസ്സിലായോ, ഇവനല്ല ഷോർട്ട്. സോ ഇവൻ ഷോർട്ടാകാൻ ചാൻസ് കുറവാണ്. നമുക്ക് ഇവനെ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ചാർജിങ് ഐസി നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഷോർട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഷോർട്ട് പോയിട്ടുണ്ടെന്നാണെങ്കിൽ ആദ്യം ഈ ഒരു ഐസി റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് സെയിം ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ ഇവന് ഷോർട്ടില്ല, ഇവൻ ഓക്കെയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു സാധനം മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയാവും. ഈ ഒരു സാധനം സെയിം ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇതേ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡിലാണ്. ജസ്റ്റ് ഒന്ന് ഫോൺ സ്റ്റാൻഡിൽ വെക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താണ് ഈ റൈസിങ് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും എത്ര വട്ടം നമ്മൾ റിമൂവ് ചെയ്തു കണക്ട് ചെയ്തു ഒരു ഐസി റിമൂവ് ചെയ്തു, അതല്ല ഷോർട്ട്, ആദ്യം അത് ഷോർട്ട് കാണിച്ചു, അത് റിമൂവ് ചെയ്തു, അതിനുശേഷം വേറെ ഐസിങ് ഷോർട്ട് കാണിച്ചു. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ ഷോർട്ടും ഫൈൻഡ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രോപ്പർ ഏതാണോ ഷോർട്ടിൽ നമുക്ക് കറക്റ്റ് കാണില്ല. ഇതേപോലെ ഓരോന്നോരോന്ന് ചെയ്തിട്ട് തന്നെ നമുക്കത് ഏതാണ് ഷോർട്ട്, അതായത് അതിൻ്റെ കമ്പനി കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതി ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം എടുക്കുന്നത്. അപ്പോൾ ഓരോ ടെക്നീഷ്യന്മാരും ഈ രീതി തന്നെയാണ് മെത്തേഡ് ചെയ്യുന്നത്. അതായത് അതെനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ ഈ ഒരു മെത്തേഡാണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഹീറ്റ് കാണിച്ചത് നമ്മൾ ഡയറക്റ്റ് ഈ ഐസി നമുക്കിപ്പം ഇവിടെ ഓപ്പൺലി ഇത് അവൈലബിൾ ആണ്. സോ ഈ ഒരു ഐസി റിമൂവ് ചെയ്യണം, നമ്മൾ ഡയറക്റ്റ് ഇവിടെ റിമൂവ് ചെയ്തു, ഈ ഷീൽഡ് റിമൂവ് ആക്കി അതിന് ശേഷം ഐസി റിമൂവ് ആക്കി. ഈ ഐസി എല്ലാ ഷോർട്ട് എന്നാണെങ്കിൽ നമ്മൾ വെറുതെ അവിടെ ഷീൽഡ് പൊക്കി. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൺഫേം ആണ് ഈ ഒരു ഐസി ഹീറ്റ് ഷോർട്ട് ആണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളത് ഷീൽഡ് റിമൂവ് ആക്കുന്നു, അവിടെ നിന്ന് ഐസി റിമൂവ് ചെയ്യുന്നു.
അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഓരോ വർക്ക് നമ്മൾ ടൈം എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ അത് ഫോൾട്ട് ഫൈൻഡിങ് നമുക്ക് മെത്തേഡ് നമ്മൾ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്കത് കൺഫേം ആക്കിയത് നമുക്കതിൽ എക്സ്പീരിയൻസ്ഡ് ആവുള്ളൂ. അല്ലാണ്ട് ഇന്ന് നമ്മൾ പഠിച്ചിറങ്ങി നാളത്തേക്ക് നമുക്ക് വർക്ക് ചെയ്ത് വലിയ മല മറിക്കാം എന്നുള്ള വിചാരമൊന്നും നമുക്ക് ഈ ഒരു ഫീൽഡ് നമുക്ക് കാര്യമില്ല. ജസ്റ്റ് അപ്ഡേഷൻ ക്ലാസ്സിനൊക്കെ ഈ ഒരു നമുക്ക് എന്താണ് അതിൻ്റെ ബേസേ നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ ഉണ്ടാക്കണം. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ ഇവിടുന്ന് IC റിമൂവ് ചെയ്തു. ഈ ഒരു പോർഷൻ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല. ക്ലീൻ ആക്കാണ്ട് ഡയറക്റ്റാണ് നമ്മൾ ചെക്ക് ചെയ്തത്. കാരണം ഇവിടെ ഒരു ബോളും കാര്യങ്ങളും ഷോർട്ടില്ല, ഇത് പ്രോപ്പറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു മെത്തേഡിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ബോൾസ് ഷോർട്ടാണ്. അത് നമ്മൾ IC റിമൂവ് ചെയ്തപ്പോൾ ഷെയ്ക്ക് ആയതാണ്. സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മളിത് വിക്കറ്റ് ക്ലീൻ ചെയ്യണം. വിക്കറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം എന്താണ് നമ്മളിത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വിക്കറ്റ് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കെന്താണ് ഫ്ലക്സ് ഇട്ടിട്ട് ക്ലീൻ ആക്കാം. നമ്മൾ നോർമൽ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്, എല്ലാവരും ചെയ്യുന്ന മെത്തേഡാണ്. ചില ആൾക്കാർ ചില കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കുറവാണ്, അതായത് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നു. സോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വിക്കറ്റ് വൈപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് നമുക്ക് എന്താണ് റീമെൽറ്റ് ചെയ്യാം. അതായത് അപ്ഡേഷൻ ക്ലാസ് അതേപോലെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഒട്ടുമിക്ക മനസ്സിലാവും ഈ റീമെൽറ്റിങ് എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ അയണിൻ്റെ നമ്മുടെ ഈ മെൽട്ടാകുന്ന പോർഷനിൽ അയണിൽ നമ്മളെന്താണ് 138ഉം അതേപോലെ 183ഉം ഇത് രണ്ടാണ് ഇപ്പോൾ നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ PPDകൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് ഈ ഓൾറെഡി ഉള്ള ലെഡ് ഉണ്ടാവും, അതായത് ഓൾറെഡി നമ്മളുള്ള അതായത് കമ്പനി പാക്കഡ് വരുന്ന ഈ ലെഡിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡയറക്റ്റായിട്ട് വിക്ക് ഇടുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്താണ് നമുക്ക് ഈ 130 ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്താൽ നമുക്ക് വിക്കായിട്ട് നോർമലി ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് വൈപ്പിംഗ് കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടും. സോ ഈ ഒരു പ്രോസസ്സിങ്ങിനാണ് നമ്മൾ റീമെൽറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാ ക്ലീനിങ്ങിലും ചെയ്യാൻ പറ്റും. അതായത് വിക്കറ്റ് നമ്മൾ എന്തൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ ആ എല്ലാ ക്ലീനിങ്ങിലും നമുക്ക് ചെയ്യാൻ പറ്റും. CPU അതേപോലെ NAND, ഇനി ലെയർ ചെയ്യുകയാണെങ്കിൽ ലെയറിൻ്റെ കണക്ഷൻ, അതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന വിക്ക് ഗൂട്ട് വിക്കിൻ്റെ ആണ്. സോ അതായത് 2L പല ബ്രാൻഡ് വിക്ക് ഇറക്കിയിട്ടുണ്ട്. 2L ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഗൂട്ട് വിക്ക് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്ത് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആ സാധനം തന്നെ വീണ്ടും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോട്ട് വീക്കിൻ്റെ ചാത്തന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. സോ അത് വാങ്ങിയിട്ട് ആരും പണി കിട്ടാൻ നിൽക്കണ്ട. ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ വാങ്ങാം. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാം. അതായത് ആരെ വേണം എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് ബയേഴ്സ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. സോ അതായത് അവിടെ നിന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ടൂൾസ് പർച്ചേസ് ചെയ്യുക. കാരണം ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് പുറത്തുനിന്നും അതേപോലെ ഓൺലൈനിലൊക്കെ ടൂൾസ് പർച്ചേസ് ചെയ്തിട്ട് പണി കിട്ടിയ ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കെന്താണ് ടൂൾസ് എപ്പോഴും നമ്മൾ ബെറ്റർ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ ഇത് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഈ ഫ്ലെക്സ് അതേപോലെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ കോട്ടൺ യൂസ് ചെയ്താൽ മതി. കോട്ടൺ ജസ്റ്റ് ടിന്നറിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇതിലേക്ക് തന്നെ എല്ലാ സാധനങ്ങളും അബ്സോർബായിട്ട് കിട്ടും. നോർമലി ബ്രഷ് ഇട്ട് വരയ്ക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്താണ് നമുക്കിത് കിട്ടും. അപ്പോൾ ചില കണ്ടീഷനിൽ നമുക്ക് ബ്രഷ് ഇടേണ്ട ആവശ്യം വരും. സോ ബ്രഷിൻ്റെ സ്ഥലത്ത് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക, ഇതേപോലെ കോട്ടൺ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് വൈപ്പായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് ലീക്കേജ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ഈ പെർഫെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം, കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു. അതേപോലെ വോയിസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ റിമൂവ് ചെയ്ത IC ഉള്ള ബോർഡ്, അതായത് കസ്റ്റമർ വർക്കിംഗ് ബോർഡ് നമ്മൾ എന്താണ് DCയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ബൂട്ടാക്കി നോക്കാം. ബൂട്ടാക്കി. സോ ഇതിൽ ലീക്കേജ് ഇല്ല. അപ്പം ഈ ഒരു IC ആയിരുന്നു നമുക്ക് ലീക്കേജ് ആയിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിനി എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ ഒരു IC നമുക്ക് ഫിക്സ് ചെയ്യാം. അതായത് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത IC തന്നെ ഇവിടെ റീബോളാക്കി ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ലീക്കേജ് ഉണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആകുന്നുണ്ടുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം വെറുതെ നമ്മൾ 2 IC മാറേണ്ട ആവശ്യമില്ല. കാരണം 2 IC നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് 2 IC മാറാം. അല്ല ഒരു IC മാത്രമാണുള്ളൂ എങ്കിൽ നമുക്ക് എന്താണ് ഒരു IC മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഇവിടെ നമ്മൾ റിമൂവ് വെച്ചേക്കുന്ന ഈ ഒരു IC, അതായത് ഈ കാണുന്നവനാണ് നമുക്ക് വർക്കിംഗ് ഉള്ളത്, ഇവൻ ഷോർട്ടുമാണ്. സോ ഇവൻ വർക്കിംഗ് ആണെങ്കിൽ 100% നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ റീബോൾ ആക്കി ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഐ സി ക്ലീൻ ചെയ്യുന്ന സമയത്തും അത് നമ്മൾ നേരത്തെ പ്രിൻ്റ് ക്ലീൻ ചെയ്തില്ലേ അതേ സെയിം മെത്തേഡ്. അതിലേക വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വിക്കിട്ട് വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ജസ്റ്റ് അയണോണ്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് നോർമലി റീബോൾ ഇത് ചെയ്താൽ മതി ക്ലീൻ ചെയ്തതിന് ശേഷം. അപ്പോൾ സെയിം മെത്തേഡിൽ റീമെൽറ്റിങ്. ഈ റീമെൽറ്റിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ഐസികൾ, അതായത് എല്ലാ ബോൾസും ഒരേ ലെവലിലാക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അയണോട് എടുത്താൽ തന്നെ നമുക്ക് എല്ലാ ബോൾസും ഇതേപോലെ ഒരേ ലെവലിലായിട്ട് കിട്ടും. ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. നമുക്ക് നോർമലായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് റീബോളിങ്ങും അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ ക്ലീൻ ചെയ്യുക, അതായത് വിക്കറിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതാക്കുക. അതിന് ശേഷം തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ എല്ലാ ബോൾസും ഒരേ ലെവലായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അയണോണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വിക്ക് യൂസ് ചെയ്തിട്ടില്ല ഇതിൽ. അയണോണ്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്താണ് റീബോളിങ് അപ്ലൈ ചെയ്താൽ മതി. അതായത് ഫ്ലെക്സ് നമ്മുടെ PPD ഇടുക. അതിന് ശേഷം നോർമൽ ചെയ്യുന്ന പോലെ തന്നെ റീബോളിങ്. ഞാനിവിടെ കറക്റ്റ് സ്റ്റെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. വെറുതെ കോമൺലി യൂസ് ചെയ്യുക, നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ്ട. കറക്റ്റ് പ്രോപ്പറായ സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. സ്റ്റെൻസിലൊന്നും നമുക്ക് അധികം റേറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങി വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പ്രോപ്പർ ആണെങ്കിൽ സ്റ്റെൻസിലിനോ കാര്യങ്ങളൊക്കെ ഒന്നും എന്താണ് പെട്ടെന്ന് ഡാമേജ് വരില്ല. സ്റ്റീലല്ലേ, അതിലൊന്നും എങ്ങനെയും പെട്ടെന്ന് ഡാമേജ് വരില്ല. നമ്മൾ റെഫ്യൂസായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിലേക്കെല്ലാം ഡാമേജ് വരിക. അതേ സെയിം മെത്തേഡാണ് നമ്മുടെ എല്ലാ ട്യൂസേഴ്സും ടൂൾസും കാര്യങ്ങളൊക്കെ. നമ്മൾ നോക്കി കണ്ടും യൂസ് ചെയ്താൽ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരില്ല. സ്റ്റെൻസിലൊക്കെ വൺ ടൈം നമുക്ക് പർച്ചേസാണ്. എത്രയേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏറിപ്പോയാൽ 100 200 ഒക്കെ എല്ലാം എക്സ്പെൻസ് വരുന്നുള്ളൂ. ഇപ്പോൾ നാട്ടിലെ റേറ്റ് എത്രയാണെന്നുള്ള അറിയില്ല. അതുകൊണ്ടാണ് ഏകദേശം റേറ്റ് പറഞ്ഞത്. അധിക കോസ്റ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പ്രോപ്പർ സ്റ്റെൻസിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുക. അടിപൊളി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും റീബോളിങ് കൂടെ കോളായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ കട്ട് ചെയ്യുന്നില്ല. സെയിം കണ്ടീഷൻ തന്നെ നമുക്ക് എന്താണ് അടുത്ത വീഡിയോ ചെയ്യാം. നമ്മൾ സക്സസ്സിന് മാത്രം നമ്മളിട്ടൊരു കാര്യമില്ലല്ലോ. ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ ഫ്ലോപ്പും കൂടി ഇട്ടിട്ടല്ല കാര്യമുള്ളൂ. സംസാരിക്കുന്നതിനിടയിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ മറന്നു, പണി കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ റീബോളാക്കാം. ഒന്നും കൂടി സെയിം മെത്തേഡ് നമ്മൾ ചെയ്താൽ മതി. ജസ്റ്റ് ഫ്ലെക്സ് ഇടുക, ക്ലീൻ ആക്കുക, അതേപോലെ ക്ലീൻ ചെയ്യുക. സംസാരത്തിൻ്റെ ഇടയിൽ വർക്ക് ശ്രദ്ധിച്ചില്ല. ഈ ചെറിയ ഐസിക്കും കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ ഗ്ലാസ് മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരത്തെ കൊള്ളായ CPU അല്ല ചാർജിങ് ഐസി റീബോളിങ് നമുക്ക് വീണ്ടും ട്രൈ ആക്കാം. അപ്പോൾ അവിടെ മാറ്റിൽ ജസ്റ്റ് ഒരു ചെറിയൊരു വിടവുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ആ PPD തേച്ചും റീബോളാക്കിയതൊക്കെ. സോ ഇപ്പം നമ്മൾ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. സോ പ്രോപ്പറായിട്ട് വെക്കാം. നമുക്ക് PPD നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് എന്താണ് നമ്മുടെ ഈ ടിഷ്യൂവിൽ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്യുക. അതിൽ ഫ്ലെക്സിൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ നമുക്കൊരു പ്രോപ്പർ മെത്തേഡിൽ കിട്ടും. ഓവർ മെൽറ്റി ആവില്ല, അത് ഓവർ ലിക്വിഡ് ആയിട്ടേ പറ്റില്ല. ഈ ഓവർ ലിക്വിഡ് ആകുമ്പോഴാണ് നമ്മുടെ പ്രോപ്പറായിട്ട് ബോൾ ആവാണ്ടിരിക്കുക, അങ്ങനത്തെ ഈ കമ്പൽസറികളൊക്കെ വരുന്നത്. ഒരു 340 എയറും 40 ഹീറ്റും അത് കൊടുത്താൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നോർമൽ ഹീറ്റിങ്ങിൽ തന്നെ ബോളായിട്ട് കിട്ടും. ഇത് റീബോളിങ് ആയ സ്പോട്ട് തന്നെ നമ്മൾ എടുക്കരുത്. ഒരു 4-5 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം ഐസി നമ്മുടെ സ്റ്റെൻസിൽ റിമൂവ് ആക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിലിനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ഇടുക, ഒന്നും കൂടി ഒന്ന് ഹീറ്റാക്കി കൊടുക്കാം. അതൊന്ന് പ്രോപ്പറാക്കി കൊടുക്കാം.
ഓക്കെ. ഈ ഫ്ലെക്സിനെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട. ഈ ഒരു കണ്ടീഷനിൽ തന്നെ നമ്മൾ ഐ സി ഫിക്സ് ചെയ്യാം. അതാകുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ഫ്ലെക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഐ സി വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു പേരിന് മാത്രം നമ്മൾ ഫ്ലെക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഐ സി ഫിക്സ് ചെയ്യേണ്ടത് ഇവിടെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻ കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ക്ലീൻ ചെയ്തത്. ഈ ഒരു പോർഷൻ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം റിമൂവ് ചെയ്ത സമയത്ത് തന്നെ ബോൾസ് എല്ലാം ഓക്കെയാണ്, ഷോർട്ട് ആയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷനിൽ അത് അവിടെ വിട്ടേക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഐ സി ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ക്ലീൻ ആക്കിയേ പറ്റും. അല്ലാണ്ട് നമ്മൾ ഫിക്സ് ചെയ്താൽ പ്രോപ്പറായിട്ട് കിട്ടില്ല. സോ റീമെൽറ്റ് ചെയ്യാം, അതിന് ശേഷം വിക്കിട്ട് വൈപ്പ് ചെയ്യാം. നമ്മൾ എല്ലാ സമയത്തും പുതിയ വിക്ക് യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് വെച്ചതിൻ്റെ തന്നെ ആ ഒരു പോർഷൻ, ആ ഒരു സ്ഥാനത്ത് തന്നെ നമുക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം കോസ്റ്റ് കുറച്ചിട്ട് സർവീസ് ചെയ്യാം. അതാകുമ്പോഴാണ് നമുക്കും ലാഭമുള്ളൂ. കാരണം നമുക്കതിൽ എക്സ്പെൻസ് കുറഞ്ഞാൽ കസ്റ്റമർക്ക് നമുക്ക് എക്സ്പെൻസ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും. എക്സ്പെൻസ് കൂടിയാൽ നമുക്ക് കസ്റ്റമർക്ക് ബില്ല് കൊടുക്കും. പിന്നെ ആ പോയ കസ്റ്റമർ പിന്നെ തിരിച്ച് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കസ്റ്റമേഴ്സ് പിന്നെയും നമുക്ക് വരും. അപ്പോൾ അതവിടെ ക്ലീനായി. ഇനി എന്താ, നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ കോട്ടൺ ഇട്ടിട്ട് ജസ്റ്റ് കോട്ടൺ ഇട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഓൾറെഡി നമ്മുടെ ഐ സിയിൽ നമുക്ക് ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ്, നമ്മൾ ഹീറ്റ് അടിക്കുന്ന സമയത്ത് ഐ സി ഒന്ന് ഫസ്റ്റിൽ പാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇതായി പേരിന് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഐ സി എന്താണ് അതിൻ്റെ ഡയറക്റ്റ് മുകളിൽ വെച്ച് കൊടുക്കാം. നോക്കാം, ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് പൊസിഷൻ ചെക്ക് ചെയ്തോട്ടെ. ഐ സിയുടെ ഡോട്ട് വരുന്നത് ഈ ഒരു പൊസിഷനിലേക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ ഐ സി റിമൂവ് ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് എന്താണ് ഫിക്സും ചെയ്യാം. അതായത് ഹീറ്റിംഗ് പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് ഒരു 360 അതായത് 360 ഹീറ്റും 60 എയറും ഇടുക. ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കേവ്, അതായത് ചിരിച്ച് വെച്ചിട്ട് ഹീറ്റ് അടിക്കുക. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഐ സിയിൽ ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും, ആ ഫ്ലെക്സ് അവിടെ മെൽട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ജസ്റ്റ് എന്താണ് ആ ഒരു ഐ സി അവിടെ പ്രോപ്പറായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഫ്ലെക്സ് നമുക്ക് കറക്റ്റായിട്ട് പുറത്തോട്ട് വരും. ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് എന്താണ് ഇതിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ നമുക്കത് പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ. നമ്മളത് ഓവർ ഷെയ്ക്ക് ചെയ്യേണ്ട. ഓവർ ഷെയ്ക്ക് ചെയ്താൽ പിന്നീട് അത് രണ്ടാമത് റീബോൾ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ഐ സി അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇനി ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഷീൽഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ കമ്പോണൻസ് മെൽട്ടായിട്ടുണ്ടാകും. അപ്പോൾ ആ കമ്പോണ്ട് നമ്മളിപ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പിന്നെ അവിടെ നമ്മൾ എന്താണ് പൂരപ്പറമ്പ് പോലെ ആവും. അപ്പോൾ അതിൽ നല്ല ഇതേ കണ്ടീഷനിൽ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക. ഹീറ്റിംഗ് പോയതിന് ശേഷം മാത്രം ബോർഡ് ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ബോർഡ് കൂളായിട്ടുണ്ട്, ഐ സി ഇവിടെ പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. നിങ്ങളിവിടെ കാണാൻ പറ്റും ബോൾസ് കറക്റ്റ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് അതല്ല, ഇതിൽ ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ് നമുക്കിവിടെ ജസ്റ്റ് ബൂട്ടാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ലീക്കേജ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ലീക്കേജ് ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഐ സി അല്ല ലീക്കേജ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവനെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവൻ്റെ സെയിം നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് നേരത്തെ ലീക്കേജ് കാണിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഐ സി, അതായത് ഈ ഒരു ഐ സി നമുക്ക് പുതിയത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയത് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങളുടെ അടുത്ത് ക്ലൗഡ് ബോർഡുകൾ, അതായത് ഐക്ലൗഡ് ലോക്ക് ആയിട്ടുള്ള ബോർഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ചെറിയ റേറ്റേ വരുന്നുള്ളൂ. സോ ഇത് അതേപോലെ പർച്ചേസ് ആയിട്ടുള്ള ബോർഡുകളാണ്. നമുക്കെന്താണ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഐ സി വർക്ക്, സി പി വർക്കും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ബോർഡ് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഐ സിൻ്റെ ഉപയോഗം നടക്കും. നമുക്ക് എന്താണ് ക്ലൗഡായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അതായത് ക്ലൗഡ് ബോർഡായതുകൊണ്ട് നമുക്കതിൽ വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷീൽഡ് റിമൂവ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് വേണ്ട ഐ സി നമുക്ക് എന്തായാലും റിമൂവ് ചെയ്തെടുക്കാം. ഈ ഷീൽഡിനിപ്പോൾ കട്ടർ വെച്ചൊന്നും യൂസ് ചെയ്യേണ്ട, എന്തായാലും ബോർഡ് ഡെഡാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലൗഡാണ്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് ഹീറ്റ് അടിച്ചിട്ട് ഷീൽഡ് റിമൂവ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് 360 ഹീറ്റ് 60 എയർ. ഇതിനിപ്പോൾ ഇങ്ങോട്ട് ഹീറ്റ് അടിച്ചാലൊന്നും പ്രശ്നമില്ല, നേരെ ഡാമേജ് ആവില്ല.
ഇനി ഏതെങ്കിലും കസ്റ്റമർ നമുക്ക് നാൻഡ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വന്നാലൊക്കെ നമുക്ക് ഇതിൻ്റെ നാൻഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ക്ലൗഡ് ബോർഡുകൾ അതേപോലെ CNC ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്താണ് മെയിനായിട്ട് നമ്മൾ ഹാൻഡ് സ്കില്ല് ആദ്യം മെയിനാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി അപ്ഡേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഹാൻഡ് സ്കില്ല് ഇല്ലാണ്ട് നമ്മൾ അപ്ഡേഷൻ ക്ലാസ്സും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്കത് യൂസ്ഫുൾ ആവില്ല. ഫസ്റ്റ് നമ്മുടെ ഹാൻഡ് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ഡേഷൻ ക്ലാസ്സിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് നമുക്കത് ഭാവിയിലേക്ക് ഉപകാരമാവുള്ളൂ. നമ്മൾ അപ്ഡേഷൻ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞ് നടന്നിട്ട് നമുക്ക് കാര്യമില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹാൻഡ് സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ സർവീസ് ഫീൽഡിൽ നമുക്കത് ഉപകാരപ്പെടുള്ളൂ. നമ്മളിപ്പം ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ അപ്ഡേഷൻ ക്ലാസ് ചെയ്തു, അവിടുന്ന് ചെയ്തു ഇവിടുന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മളൊരു സർവീസ് സെൻറ്ററിലേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ വലിയ കമ്പനികളും കാര്യമൊക്കെ ആണെങ്കിൽ നമുക്കതിനെ നമ്മളെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കും. മെയിനായിട്ട് നമ്മൾ ഈ നോർമൽ ഷോപ്പുകളിലേക്ക് അത് IC വർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ബ്രാൻഡഡ് അല്ലാത്ത ഷോപ്പുകളിലേക്ക് നമ്മൾ ജോലിക്ക് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അവർ മെയിനായിട്ട് നോക്കുക നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് എന്തൊക്കെ വർക്ക് അറിയാം, നമ്മുടെ ഹാൻഡ് സ്കില്ലും കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഈ നമ്മുടെ ഹാൻഡ് സ്കില്ല് മാത്രം ഉണ്ടായാൽ മതി. ഇനി നിങ്ങൾ അപ്ഡേഷൻ ക്ലാസ്സിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഹാൻഡ് സ്കിൽ അതേപോലെ പ്രോബ്ലം ഫൈൻഡ് ചെയ്യാനൊക്കെ ബെറ്റർ ആണെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ മെയിനായിട്ട് അപ്ഡേഷൻ ക്ലാസ്സിനൊക്കെ എമൗണ്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മെയിനായിട്ട് തന്നെ ഈ ക്ലൗഡ് ബോർഡ് പർച്ചേസ് ചെയ്യുക. അതിൽ ഹാൻഡ് സ്കില്ല് മെയിനായിട്ട് എടുക്കുക. നമ്മുടെ ഈ ഫീൽഡിൽ സർട്ടിഫിക്കറ്റിനേക്കാളും ഏറ്റവും പ്രധാനമുള്ള എന്നാണ് ഹാൻഡ് സ്കില്ല്. അപ്പോൾ നേരത്തെ ആ ചാർജിങ് IC റീബോൾ ആക്കി അതേ സെയിം മെത്തേഡ് തന്നെയാണ്, മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സെയിം മെത്തേഡിൽ നമുക്ക് ഈ IC നമുക്ക് റീബോൾ ആക്കി എടുക്കാം. അപ്പോൾ സ്റ്റെൻസിൽ എപ്പോഴും പ്രോപ്പർ ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. അതിൽ ഡസ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ റീബോളിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓവർ PPT അപ്ലൈ ചെയ്യേണ്ട, നോർമൽ നമുക്ക് ആവശ്യമുള്ള അത്ര ക്വാണ്ടിറ്റി മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓവർ അപ്ലൈ ചെയ്തിട്ട് വെറുതെ രണ്ടാമതും മൂന്നാമതും റീബോൾ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, നോർമൽ ഹീറ്റ് 340 അടിപൊളി. അപ്പോൾ ഈ റീബോളിങ്ങും നമുക്ക് കുളമായി കിട്ടിയിട്ടുണ്ട്. കുളമായതല്ല, കറക്റ്റാണ്. അവിടെ എന്തോ ഒരു ഡസ്റ്റ് കുടുങ്ങിയിട്ടുണ്ട്, ആ ഡസ്റ്റ് ഒഴിവാക്കാം. ആ ബോൾ അവിടെ തന്നെ വെച്ച് നമുക്ക് ഹീറ്റ് അടിക്കാം. രണ്ടാമത് നമുക്ക് ഹീറ്റ് അടിക്കേണ്ട, അതായത് റീബോൾ ആക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ സ്റ്റെൻസിൽ ക്ലീൻ ആയിരിക്കുന്നില്ല, അതിൻ്റെ ഇടയിൽ കൂടി അവിടെ നിന്ന് പൊടി കയറി. ഓക്കെ, അതവിടെ പ്രോപ്പറായി. അപ്പോൾ കുറച്ചൊരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം നമുക്ക് സ്റ്റെൻസിൽ റിമൂവ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റെൻസിൽ ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞ് ഞാൻ ക്ലീൻ ആക്കാണ്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ എവിടെ നിന്നും ഒരു പൊടി കയറി, അത് കണ്ടില്ല. അപ്പോൾ ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഒരു സാധനം വീണ്ടും കയറിയിട്ടുണ്ട്. ഫ്ലെക്സ് വെക്കുന്ന പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കാം. ഫ്ലെക്സിൻ്റെ അറ്റത്ത് ഇതേപോലത്തെ ഓരോ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒട്ടിയിട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഹീറ്റ് അടിക്കുമ്പോൾ ഫ്ലെക്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് വരും. സോ ഇതാ റീബോളിങ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് IC പൊസിഷൻ നോക്കാം, IC ഫിക്സ് ചെയ്യാം.
ജസ്റ്റ് ചെറിയ രീതിയിൽ മാത്രം ഫ്ലെക്സ് ആഡ് ചെയ്യാം. നമ്മൾ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി IC പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ഡാറ്റ ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നില്ല, ഒരു മിനിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ. നമ്മുടെ ICയുടെ പൊസിഷൻ വരുന്നത് ഈ ഒരു പൊസിഷനിലോട്ട്, ഈ ഒരു സ്പോട്ടിലോട്ടാണ്. സോ അത് കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. നോക്കി ഡയറക്റ്റ് ഫിക്സ്. ചില സമയത്ത് എങ്ങനെയാണ്, എത്ര പ്രോപ്പറായിട്ട് വെച്ചാലും ആ കറക്റ്റ് സ്പോട്ടിൽ അത് ഇരിക്കില്ല, അങ്ങോട്ടൊക്കെ കളിക്കും. നമ്മൾ ഈ ശകുനം പിടിച്ച നേരം, അതായത് എണ്ണം കെട്ട നേരം എന്നൊക്കെ പറയും. ചില നേരത്തെ അങ്ങനെയാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സോ നല്ല പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ IC ഉണ്ട്. സോ അതുകൊണ്ട് അവിടെ ടച്ച് ചെയ്യേണ്ട, ബോർഡ് കൂളാവട്ടെ. IC ഫിക്സ് ചെയ്തിട്ട്, പുതിയ IC ഫിക്സ് ചെയ്ത് നമ്മളിവിടെ മദർ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് DCയിൽ വെച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ലീക്കേജ് ഇല്ല. സോ നമുക്കിതിൻ്റെ ബൂട്ടിംഗ് ഒന്ന് നോക്കാം. അത് ഫോൺ ബൂട്ട് ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ജസ്റ്റ് എന്താണ്, നമുക്കിതിൻ്റെ ഓൺ ഓഫ് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബൂട്ടിംഗ് എടുത്തിട്ടുണ്ട്. ബൂട്ടിംഗ് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നുകൂടി ബൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോൺ ബൂട്ടാണ്. അപ്പോൾ ഫോണിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല, ബൂട്ടിംഗ് എല്ലാം പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫോൺ വർക്കിംഗ്, നമുക്കിപ്പോൾ മദർ ബോർഡിൻ്റെ വർക്കിംഗ്, ഇപ്പോൾ നമുക്ക് അപ്പർ ബോർഡിൻ്റെ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതിലിനി ലെയർ ക്ലീൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. സോ അതിൻ്റെ മുന്നേറ്റ് എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ ഫസ്റ്റ് ഇതിൽ ഷോർട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലോവർ ബോർഡ് നമ്മൾ വിത്ത് ലോവർ ബോർഡിൽ അടക്കം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഷോർട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ലോവർ ബോർഡിൽ ഷോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ടെമ്പററി ചെക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കാം. അത് ജസ്റ്റ് അധിക പ്രോസസ് ഒന്നുമല്ല, ജസ്റ്റ് എന്താണ്, നമുക്ക് നോർമലി അതിൽ വരുന്ന കപ്പാസിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു ചെക്കിങ് നമുക്ക് നോർമലായിട്ട് ചെയ്താൽ മതി. അതായത് ഇതിൽ കാണുന്ന കപ്പാസിറ്ററിൻ്റെ മുകളിൽ ഏതെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ള ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഐസോക്കറ്റ് ഉണ്ടെന്നാണെങ്കിൽ അതിൽ ഫിക്സ് ചെയ്ത് നോക്കിയാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഐസോക്കറ്റ് ഇല്ല. സോ എനിക്ക് ഈ ഒരു മെത്തേഡ് മാത്രമാണ് ഓപ്ഷൻ ആയിട്ടുള്ളൂ. അത് ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഏതെങ്കിലും ICൻ്റെ ഭാഗത്തോ കാര്യങ്ങൾ ഷോർട്ട് ഉണ്ടോ നോക്കാം. സോ ഇതിൽ ഈ ഒരു ICയും നമുക്ക് ചാർജിങ് IC ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഭാഗത്തും നമുക്ക് ഷോർട്ട് ഉണ്ടെങ്കിൽ മദർ ബോർഡ് ഫുൾ ഷോർട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ജസ്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൽ ഫസ്റ്റ് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ചാർജിങ് ICയുടെ പോർഷൻ തന്നെയാണ്. സോ അതെന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ DCയിൽ പോസിറ്റീവും നെഗറ്റീവും വെച്ച് നോക്കിയാൽ മാത്രം മതി. വേറെ അധികം നമ്മൾ അതായത് അധിക രീതിയിലും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൺഫർമേഷന് വേണ്ടി മാത്രം. ഐസോക്കറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്, ഐസോക്കറ്റിൽ വെച്ച് നോക്കാം. അതായത് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റിൻ്റെ രണ്ട് ഭാഗത്തും അത് ഷോർട്ട് കാണിക്കും. അപ്പം ഈ ഒരു പോർഷൻ തന്നെ ഈ ചാർജിങ് ICന്ന് ഡയറക്റ്റ് ലൈന് വരുന്ന പോർഷനാണ്. സോ അതിൽ ചെക്ക് ചെയ്ത് നമുക്ക് ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, ഷീൽഡിന് മുകളിൽ വെച്ചിട്ട് രണ്ട് പോർഷനിലും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു ടെമ്പററി മാത്രം.
ഇവിടെ ഈ ഒരു 2 കപ്പാസിറ്റർ നമുക്കിവിടെ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഏതാണ് ലൈന് എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനാണ് നമുക്കത് ഷോർട്ട് കാണിക്കുന്നത്. അതെന്താ BB280 മെയിൻ ലൈനാണ്. മദർ ബോർഡിലത് ഷോർട്ടില്ല. ഇവിടെ ഈ ഒരു ഇതിൽ നമുക്കത് ഷോർട്ട് കാണിക്കുന്നുണ്ട്. കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചാർജിങ് IC എന്നുള്ള മെയിൻ ലൈൻ തന്നെയാണത്. ഇത് ചാർജിങ് IC അതിൽ നിന്ന് വരുന്ന ലൈൻ തന്നെയാണത്. ഇതിൻ്റെ ലൈനിൻ്റെ ഡീറ്റെയിൽസ് ഒരു മിനിറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം. ലൈനിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഏതാണോ ലൈൻ അവിടെ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇതാണ്, അതായത് BB280. അതായത് ഈ ഒരു ലൈന് വരുന്നത് നമ്മുടെ മെയിൻ കമ്മ്യൂണിക്കേഷൻ ലൈനാണ്. അതായത് ബേസ് ബാൻഡ് CP-യും നമ്മുടെ ഈ ലോജിക് ബോർഡും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ സിഗ്നൽ ലൈനാണ് ഇത് വരുന്നത്. ഈ ഒരു സിഗ്നൽ ലൈനിൽ ഷോർട്ട് വന്നാൽ നമുക്ക് മദർ ബോർഡ് ടോട്ടലായിട്ട് ഷോർട്ട് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ലൈന് ഷോർട്ട് ആയതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാർജിങ് IC നമുക്കിവിടെ ഷോർട്ട് ലീക്കേജ് ആയത്. ഈ ഒരു ചാർജിങ് IC നമുക്ക് ലീക്കേജ് ആയതും ഇവിടെ ഹീറ്റിംഗ് കാണിച്ചതും. കാരണം ബാറ്ററി കൺട്രോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് കണക്ഷൻ വരുന്നത് ഇങ്ങോട്ടാണ്. അതായത് അതുകൊണ്ട് ബാറ്ററി കൺട്രോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡയറക്റ്റ്. അതായത് ഇപ്പോൾ ബാറ്ററി കൺട്രോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി കൺട്രോൾ ഡയറക്റ്റായിട്ട് കണക്ഷൻ വരുന്നത് ഇങ്ങോട്ടാണ്, അതായത് മെയിൻ ചാർജിങ് IC. സോ അതിന് ശേഷമാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നതാണ് ഇവിടെ മെയിനായിട്ട് ലീക്കേജ് ആയത്. നമ്മളിവിടെ ബാറ്ററി കൺട്രോൾ ചെക്ക് ചെയ്യുന്ന ഇവിടെ ഈ ബാറ്ററി കൺട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു IC ഹീറ്റിംഗ് കാണിക്കാനും കാരണം ഈ ഒരു ലൈനാണ്. അതായത് ഈ ഒരു ലൈന് ഷോർട്ട് ആയതുകൊണ്ടാണ് ഇവിടെ ചാർജിങ് IC ലീക്കേജിലേക്ക് വന്നത്. ഷോർട്ട് ആയിട്ടില്ല. കുറച്ചുകൂടി ടൈമിൽ ഇത് ആക്കുകയാണെങ്കിൽ മിക്കവാറും ഫുൾ ഷോർട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈന്, അതായത് നമ്മുടെ ഈ BP2, അതായത് മെയിൻ കമ്മ്യൂണിക്കേഷൻ ലൈന് ബേസ് ബാൻഡ് CPU-ൻ്റെയും മെയിൻ കമ്മ്യൂണിക്കേഷൻ സിഗ്നലാണ് ഇത്. കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ലൈനാണ് ഇത് പോകുന്നത്. സോ ഈ ഒരു ലൈന് ഷോർട്ട് ആയതുകൊണ്ടാണ് നമുക്കവിടെ പ്രോപ്പറായിട്ട് ഷോർട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോവർ ബോർഡും നമുക്ക് ഷോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലോവർ ബോർഡിൽ എവിടെയാണ് ഷോർട്ട്, അതായത് ഈ ലൈനിൽ ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ ഷോർട്ട് ആയിരിക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇത്രയും നമ്മുടെ ലോവർ ബോർഡിൽ തന്നെ ഇത്രയും കപ്പാസിറ്ററിലേക്കും കാര്യങ്ങളൊക്കെ ഈ കണക്ഷൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏത് കപ്പാസിറ്ററാണ് അത് ഷോർട്ട് ഉള്ളത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് എന്താണ് വോൾട്ടേജ് ഇൻഡക്റ്റ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡിൽ നമുക്ക് സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 4 പോയിൻ്റ് വോൾട്ടേജ് നമ്മൾ ജസ്റ്റ് നോർമലി ഒന്നെങ്കിൽ ഈ ഒരു കണക്ഷനിലോ, കാരണം ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടാണ് മെയിനായിട്ട് ഫസ്റ്റ് കണക്ഷൻ വരുന്നത്. സോ നമ്മളെന്താണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ആ ഒരു വോൾട്ടേജ് ഇൻഡക്റ്റ് ചെയ്ത് കൊടുത്താൽ എവിടെയാണോ ഷോർട്ട് ഉള്ളത് ആ പോർഷനിൽ നമുക്ക് ഹീറ്റിംഗ് കാണാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വോൾട്ടേജ് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻജെക്റ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഷോർട്ട് ഫൈൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പോർഷനിൽ നമുക്കെന്താണ് ഇവിടെ നമുക്ക് ഈ ഒരു അതായത് നമ്മുടെ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ വോൾട്ടേജ് ഇൻജെക്റ്റ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് വരുന്ന കണക്ഷൻ കോയിലാണ്. ശേഷം എന്താണ് പിന്നെയുള്ള കപ്പാസിറ്ററാണ്. സോ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ വരുന്ന പോർഷനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, വോൾട്ടേജ് ഇൻജെക്റ്റ് കൊടുക്കാം. സോ ഗ്രൗണ്ട് നമ്മളിവിടെ സിംറ്ററിൻ്റെ മുകളിൽ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ തെർമൽ ക്യാമറ നമുക്കെന്താണ് ഇവിടെ ഓണാക്കി വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ തെർമൽ ക്യാമറ ഇവിടെ ഉണ്ട്. ഇപ്പോൾ DC നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് മദർ ബോർഡും കാണാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കാം. പോസിറ്റീവ് ഇവിടെ ഇൻജെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫുൾ ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോർഷനിൽ നമുക്ക് ഹീറ്റ് ആകുന്നുണ്ട്. ഈ ഒരു പോർഷൻ നമ്മളിപ്പം ഇവിടെ ഈ വോൾട്ടേജ് ഇൻജെക്റ്റ് ചെയ്ത പോർഷനാണ്. അതേപോലെ തന്നെ ഇവിടെയും ഹീറ്റ് ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോർഷനിൽ നമുക്ക് ഹീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇതാ ആ ഹീറ്റായ പോർഷന് ഇവിടെയാണ്. അതായത് ഈ ഒരു പോർഷനിലാണ് അത് ഹീറ്റായത്. ഇവിടെ ഒരു കപ്പാസിറ്റർ കാണുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ അത് ഹീറ്റായത്. അപ്പോൾ ഈ ഹീറ്റായ കപ്പാസിറ്റർ ഈ ലൈനിൽ തന്നെയാണുള്ളത്. സോ അതിൻ്റെ ജസ്റ്റ് ബിറ്റ് മാപ്പ് കാണിച്ചു തരാം. ഇതാ ഇവനാണ് കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, നല്ല ഷോട്ടാണ്. ജസ്റ്റ് ഒന്ന് തട്ടി പിന്നെ സാധനം കയ്യിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ വോൾട്ടേജ് കൊടുത്തിട്ട് ഷോർട്ട് ഉണ്ടോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ടാമതും അവിടെ വീണ്ടും ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വെച്ച് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇവിടെ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് ഓക്കെ ആയിട്ടില്ല. സോറി ഗായ്സ്, കപ്പാസിറ്റർ പ്രോപ്പറായിട്ട് റിമൂവ് ആയിട്ടില്ല. പകുതി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് റിമൂവ് ആക്കാം.
ആ ഒരു കപ്പാസിറ്റി നമ്മൾ റിമൂവ് ചെയ്തത് അവിടെ ഓക്കെ ആയിട്ടില്ല, അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ പോന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കിയും കൂടി റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടി റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഷോട്ട് വീണ്ടും ഇവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ ഷോട്ടില്ല, ആ ഒരു കണക്ഷൻ ഇപ്പോൾ അവിടെ ഷോട്ട് കാണിക്കുന്നില്ല, ആ കണക്ഷൻ ഷോട്ട് അവിടെ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മളതിൻ്റെ ചാർജിങ് ICയും മാറി, അതേപോലെ ഈ ഷോട്ട് ലോവർ ബോർഡിലുള്ള ഷോട്ടും ഫൈൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഷോട്ട് കാണിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ മദർ ബോർഡ് അപ്പർ ബോർഡ് മാത്രം, അതായത് 2 ബോർഡും കൂടി വെച്ച സമയത്ത് നമുക്ക് ഫുൾ ഷോട്ടും കാണിച്ചു. ഇത് മദർ ബോർഡ് റിമൂവ് ചെയ്തതിന് ശേഷം മെയിൻ ബോർഡിൽ ലീക്കേജും കാണിച്ചു. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ലോവർ ബോർഡ് കൂടി ചെക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഞാനിത് ലോവർ ബോർഡ് ചെക്ക് ചെയ്യാണ്ട് ഞാൻ ഇത് ലെയർ ഫിക്സ് ചെയ്തു, അതിനുശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫോണ് പിന്നെയും ഷോട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ പ്രാന്ത് പിടിക്കും, എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ള പ്രോപ്പറായിട്ട് ഫൈൻഡ് ആയതുമില്ല, എന്നാൽ അത്രയും ടൈം വേസ്റ്റ് ആയും ചെയ്യും. പിന്നെ ഇത് റിമൂവ് ചെയ്ത് ഇതിലുള്ള ഷോട്ട് ഫൈൻഡ് ചെയ്ത് പിന്നെ റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ടൈമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വർക്ക് എന്താണ് നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആ കപ്പാസിറ്റി റിമൂവ് ആയിട്ടുണ്ടായിരുന്നത്, അതായത് ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ജസ്റ്റ് നമ്മുടെ അടുത്ത് വേറെ ബോർഡ് ഉണ്ട്, ആ ബോർഡിൽ നിന്ന് എന്താണ് നമുക്ക് ഇനി കപ്പാസിറ്റർ എടുക്കാം, നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം, ഏകദേശം ഡയറക്റ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ ലെയറും കാര്യങ്ങളൊക്കെ ഒന്ന് റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതും കൂടി ഇനി ചെയ്യുമ്പം നമുക്ക് എന്താണ് വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ആവും. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്താണ് നമുക്ക് ജസ്റ്റ് ഇത്ര ഇവിടെ വെച്ച് വീഡിയോ നിർത്താം. അപ്പോൾ ഷോർട്ട്, അതായത് പ്രോബ്ലം ഫൈൻഡ് ചെയ്യുന്നതിൻ്റെ, അതായത് നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ഫൈൻഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ജസ്റ്റ് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വീഡിയോയിൽ കുറ്റങ്ങളോ കുറവോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ കാര്യങ്ങളിലോ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അധികം ആൾക്കാർ റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം വർക്കിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും, അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആകുന്നത്. അതേപോലെ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കോൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്ത് കാര്യമില്ല. കാരണം 2 അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും പിന്നെ ഈ കേരള ടെക് എന്നുള്ള അക്കൗണ്ടും. അപ്പോൾ അതുകൊണ്ട് കേരള ടെക് എന്നുള്ള അക്കൗണ്ട് എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്താൽ എല്ലാ സമയത്തും എനിക്കത് നോട്ടിഫിക്കേഷൻ കിട്ടി എന്ന് വരില്ല, അതുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ ഫൈൻഡ് ചെയ്തു, അതായത് ഇതിൽ നമ്മൾ ഈ ഒരു ബോർഡ് നമ്മൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോർഡ് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയ കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബോർഡ് ഫുൾ ഷോട്ട് കാണിച്ചു. സോ നമ്മൾ എന്ത് ചെയ്തു, തെർമൽ ക്യാമറ ചെക്ക് ചെയ്തു. തെർമൽ ക്യാമറ ചെക്ക് ചെയ്യുമ്പം ഈ ഒരു പോർഷൻ ഹീറ്റിംഗ് കാണിച്ചു. സോ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു ബോർഡ് ഫുൾ ഷോട്ട് മാറിയിട്ട് നമുക്ക് ലീക്കേജ് മാത്രമായി. ആ ലീക്കേജ് ആയ സമയത്ത് നമ്മൾ വീണ്ടും തെർമലിൽ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ഷീൽഡ് ഉണ്ടായത് കൊണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഹീറ്റ് കാണിച്ചു. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ ചാർജിങ് ഐസ് റിമൂവ് ചെയ്തു. ഈ ചാർജിങ് ഐസ് റിമൂവ് ചെയ്തിട്ടും നമുക്ക് അവിടെ ആ സെയിം ലീക്കേജ് ആയിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെയും ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഷീൽഡും കൂടി റിമൂവ് ചെയ്ത് ഇവിടെ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഐസിൻ്റെ ഈ ഒരു കോർണറിൽ നമുക്ക് ഹീറ്റിംഗ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഐസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു, ഈ ഒരു ഐസ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തു. ഇതാണ് എൻ്റെ ഡാമേജ് ആയിട്ടുള്ള ഐസി. ഈ ഐസ് റീപ്ലേസും ചെയ്തു, ഈ ഐസ് സെയിം ഐസ് തന്നെ ഫിക്സും ചെയ്തു. അപ്പം ഈ ഒരു മദർ ബോർഡിൻ്റെ ചാർജിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം അവിടെ മാറി, അതായത് ആ ലീക്കേജ് മാറി, ബോർഡ് ടോട്ടൽ വർക്കിംഗ് ആയി. എന്നിട്ടും നമുക്കൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ഫസ്റ്റ് ഷോട്ടും പിന്നെ ലീക്കേജും കാണിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ലോവർ ബോർഡും കൂടി നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇപ്പോൾ ഷോട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കണക്ഷനിൽ നമുക്ക് ഷോട്ട് കാണിച്ചു. അപ്പോൾ ആ ഷോട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മെയിൻ ലൈൻ, അതായത് ബേസ് ബാൻഡ് CPU കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ലൈനാണത്. അപ്പോൾ ആ ഒരു ലൈൻ ഷോർട്ട് ആയാലും നമുക്ക് എന്താണ് ബോർഡ് ഫുൾ ഷോട്ട് കാണിക്കും. കാരണം ചാർജിങ് ഐസിലേക്കും അതിൻ്റെ ഒരു കണക്ഷൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ആ ചാർജിങ് ഐസി ലീക്കേജ് ആയത്. അപ്പോൾ നമ്മൾ ഇവിടെ വോൾട്ടേജ് ഇൻഡക്ട് ചെയ്ത് നമ്മൾ അത് ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഷോർട്ട് കിട്ടി. ആ ഷോർട്ടുള്ള കപ്പാസിറ്റർ നമ്മൾ റിമൂവ് ചെയ്തു. ഈ ഒരു ബോർഡും നമുക്കിപ്പോൾ വർക്കിംഗ് കണ്ടീഷനായി. അപ്പോൾ ഇനി നമുക്കിതിൽ ബോർഡിൽ ക്ലീൻ ചെയ്യാം, അതേപോലെ റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.